പലപ്പോഴായി കേട്ടറിഞ്ഞ് മനസ്സിൽ ഒരു ധാരണ ഉണ്ടാകുന്ന സ്ഥലങ്ങളില്ലേ, അതുപോലെ ഒന്നാണ് ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എനിക്ക്. എൻ്റെ ഭാവനയ്ക്ക് എത്രയോ മുകളിലാണ് കേട്ടോ ഇവിടെയുള്ള ഓരോ കാഴ്ചകളും. ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട പരിപാവനമായ ഈ ക്ഷേത്രത്തിന് 1000ഓളം വർഷത്തെ പഴക്കമുണ്ട്. ഇവിടെയുള്ള ഓരോ കൽത്തൂണുകൾക്കും പഴമയുടെ കഥ പറയാനുണ്ട്. ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക അമ്പലമാണിത്. ബ്രഹ്മാവ് വിഷ്ണുവിനു വേണ്ടി നിർമ്മിച്ചു നൽകിയ ക്ഷേത്രമാണിതെന്നും പറയപ്പെടുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുള്ള ഈ പുണ്യക്ഷേത്രം ബലിതർപ്പണത്തിന് പേരുകേട്ടതാണ്. ശ്രീരാമൻ, പരശുരാമൻ തുടങ്ങിയവർ ബലിതർപ്പണം ചെയ്തത് ഇവിടെയാണ്. 30ഓളം കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ച അപൂർവമെന്ന് തോന്നിക്കുന്ന നിർമ്മിതി നമുക്കിവിടെ കാണാനാകും. പൗരാണികത അവകാശപ്പെടാവുന്ന മറ്റൊന്നാണ് ഇവിടെയുള്ള കരിങ്കൽ പാത്തി. ചിറക്കൽ കോവിലകത്തെ രാജാവിൻ്റെ പത്നി ക്ഷേത്ര ദർശനത്തിനെത്തി ദാഹശമനത്തിനായി വെള്ളം ആവശ്യപ്പെട്ടു. പാപനാശിനിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ തമ്പുരാട്ടി പ്രതിജ്ഞ ചെയ്തു. പരിചാരകരെ വരുത്തി മുളയുടെ പാത്തി ഉപയോഗിച്ച് ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിച്ചു. പിന്നീട് വാസ്തുവിദ്യാവിദഗ്ധനായ വായ്ക്കര വലിയ നമ്പ്യാതിരിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ കൽപ്പാത്തി. ഇത് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു. കാണാം. സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുമ്പോഴാണ് നമുക്ക് പഞ്ചതീർത്ഥ കുളത്തിലേക്കും പാപനാശിനിയിലേക്കും എത്താൻ കഴിയുക. സ്റ്റെപ്പിന് ഇരുവശവും ധാരാളം കടകൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പഞ്ചതീർത്ഥക്കുളം. പഞ്ചതീർത്ഥക്കുളത്തിന് നടുവിൽ വലിയൊരു പാറയുണ്ട്. ഈ പാറയുടെ നടുവിൽ ശംഖ്, ചക്രം, ഗദ, പദ്മം എന്നിവയും മഹാവിഷ്ണുവിൻ്റേതെന്ന സങ്കല്പത്തിലുള്ള പാദമുദ്രയും കൊത്തിവെച്ചിരിക്കുന്നു. പാപനാശിനിയിലേക്കുള്ള വഴി ഇപ്പോൾ കുറച്ച് നടപ്പാത, കരിങ്കൽ പാത മാറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ കരിങ്കല്ലുള്ള വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിച്ച് പോകുന്നത്. പാപനാശിനി എന്ന് പറയുന്നത് ബ്രഹ്മഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഉറവയാണ്. പാപനാശിനിയെ കൂടാതെ ധാരാളം മറ്റു അരുവികളും ഉറവകളും ഇതിലൂടെ ഒഴുകുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനം പാപനാശിനിക്കാണ്. പാപനാശിനിയിൽ മുങ്ങിയിട്ട് വേണം ഇവിടെ ബലിതർപ്പണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരാളുടെ അരപ്പൊക്കത്തിൽ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുമാണ് ഇവിടെ ബലിതർപ്പണം ചെയ്യുന്നത്. നമുക്കറിയാം, തിരുനെല്ലി ക്ഷേത്രം ബലിതർപ്പണത്തിന് വളരെ പ്രധാനമുള്ള ക്ഷേത്രമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ധാരാളം നീരുറവകൾ ഇവിടെയുണ്ടെന്ന്. നേരിട്ട് ബ്രഹ്മഗിരി മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികളായതുകൊണ്ട് തന്നെ അസാധ്യമായ തണുപ്പും, ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കയറാൻ കഴിയാത്ത അത്രത്തോളം തണുപ്പും ഈ വെള്ളത്തിനുണ്ട്. അത്ര നല്ല കുളിർമയാണ്. വെയിലത്ത് കൂടി നഗ്നപാതരായി നടന്നു വരുമ്പോൾ ഈ വെള്ളത്തിൻ്റെ തണുപ്പ് നമുക്ക് അത്രയും അധികം വളരെയധികം സന്തോഷമുള്ളതും ആണ്. ഔഷധ പ്രാധാന്യമുള്ള അപൂർവ സസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് ഈ ബ്രഹ്മഗിരി മലനിരകൾ. ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ഊഷ്മളത നമുക്ക് ഈ തിരുനെല്ലി ക്ഷേത്രത്തിലെ പാപനാശിനിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് മുകളിലൂടെ ധാരാളം ഉയരത്തിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് തന്നെ കാടിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഇതിന് മുകളിലേക്ക് വീഡിയോ അനുവദിച്ചിട്ടില്ല എന്നുള്ള ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.